Good afternoon. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. എവിടെയൊക്കെയാണ് പഠിച്ചതിനൊക്കെ ഓർക്കുന്നുണ്ടാവും. ബിസിനസ് സെലിബ്രേഷനും ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് അതിനുശേഷമൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല, 2 ദിവസം ലീവായിരുന്നു. ഓക്കെ, കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. ഓക്കെ, ഓർക്കുണ്ടാവും ഏത് ചാപ്റ്റർ ആണ് ഇതിന്റെ എവിടെ വരെ എത്തിയെന്നൊക്കെ. എന്താണ് നമ്മൾ പഠിച്ചത്? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ വരെ എടുത്തു. ഹോസ്പിറ്റലൈസേഷൻ ഓക്കെ രണ്ടാമത്തെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. എന്താ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കവർ പറഞ്ഞേ? ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് എ കവർ ഫോർ ഓൾ എക്സ്പെൻസസ്, എല്ലാ ചെലവുകളും arising out of hospitalization owing to treatment needed for the illness or accident. രോഗമോ ആക്സിഡൻസോ അത് മൂലം ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകള്, ഹോസ്പിറ്റലൈസേഷന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ പറഞ്ഞായിരുന്നു. ഇൽനസ് ഓർ ആക്സിഡന്റ് അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. രണ്ടാമത്തെ നമ്മളത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ് പറഞ്ഞത് അല്ലെ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് to those expenses which are not covered under a pure hospitalization cover. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അത് എല്ലാ എക്സ്പെൻസുകളും വിച്ച് ആർ നോട്ട് കവർ, ഒരു പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടാത്ത എല്ലാ ചിലവുകളും ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ കിട്ടുന്നു. Those of hospitalization covers medical expenses. മെഡിക്കൽ എക്സ്പെൻസ് ഹോസ്പിറ്റലൈസ് പേജ് നമ്പർ ആണോ? പേജ് നമ്പർ നിങ്ങളുടെ എത്രയാണ്? 4 ആണോ? പേജ് നമ്പർ 4 ആണോ? ശരി. ഓക്കെ, 4 പേജ് നമ്പർ 4 ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. മൊഡ്യൂൾ 4 ഒന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടാത്ത നമ്മൾ എല്ലാ എക്സ്പെൻസുകളും വഹിക്കുന്നു. ഏതാണ്? the hospitalization covers medical expense. ഹോസ്പിറ്റലൈസേഷൻ കവറിൽ എന്താ വരുന്നത്? മെഡിക്കൽ ചിലവുകളാ വരുന്ന, ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ചെലവാകുന്ന പൈസകളാണ് വരുന്നത്. എന്താ നോക്കി, there are also incident expense. അതിന് ആ ഒരു സംഭവം, അതായത് നോൺ മെഡിക്കൽ ഇൻ നേച്ചർ, മെഡിക്കൽ അല്ലാത്ത സംഭവങ്ങളില്ലേ, അതിനും കൂടി ഉള്ള എക്സ്പെൻസ് നമുക്ക് ഇത് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സ്പെൻസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കൊക്കെ ആംബുലൻസിലൊക്കെ പോകുമ്പോഴുള്ള ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേ ചെയ്യേണ്ടതിന്റെ സ്പെഷ്യൽ ഡയറ്ററി, നമ്മുടെ ഫുഡ് എക്സ്പെൻസുകൾ, ഇതെല്ലാം ഇത് നോൺ മെഡിക്കൽ ഇൻ നേച്ചർ, അതിന് ആ ഒരു എക്സ്പെൻസിൽ വരുന്നതാണ്. There are also incidental expense കൂടി കിട്ടും. ഇനി അടുത്തതാണ് മൂന്നാമത്തെ. അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പറഞ്ഞത് ഒന്നാമത്തെ സെന്റൻസ് നോട്ട് ചെയ്യണം. Hospital cash cover attends to those expenses which are not covered under a pure hospitalization cover. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എക്സാമ്പിളുകളാണ് കേട്ടോ. ഹോസ്പിറ്റൽ ക്യാഷ് കവറിന് എക്സാമ്പിളുകൾ അത് കൂടി അണ്ടർലൈൻ ചെയ്തിട്ട്. എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ ഓൺ സ്റ്റേ, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്. അടുത്തതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും? ക്രിട്ടിക്കൽ ആയിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് കിട്ടുന്ന കവറാണ്, ക്യാഷ് കവറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. അതിന്റെ ഒരു ഇതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഈസ് എ ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ് ചെയ്ത ആള് ഫോർ എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്. വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗങ്ങള് അത് ബാധിച്ചിട്ടുള്ള ഇൻഷുർഡിന് കിട്ടുന്ന കവറാണ്.
ബെനിഫിറ്റ് കവർ ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. സച്ചാസ് ഏതൊക്കെയാ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ പറയുന്നത്? ക്യാൻസർ, പാരാലൈസിസ്. പാരാലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷാഘാതം അല്ലെ? പാരാലൈസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഏതെങ്കിലും ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങള് അതിന് കിട്ടുന്ന കവറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അതാണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. For which the hospitalization expense may or may not be covered in a pure hospitalization cover. ഈ pure hospitalization coverല് ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉൾപ്പെടുത്താതെയോ ഇരിക്കാം. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എങ്ങനെയാ? ആ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കവർ ചെയ്യാതിരിക്കുക. നോട്ട് ബി കവേർഡ് ഇൻ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. Some grave illness may need a prolonged recovery. ഗ്രേവ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഗൗരവപരമായിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള രോഗങ്ങള് ദീർഘനാള് ഇത് അസുഖം മാറാനായിട്ടേ കുറെ പ്രലോങ്ഡ് റിക്കവറി, ദീർഘനാള് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി അങ്ങനെ സമയം വേണ്ടി വരുന്ന രോഗങ്ങള് which require additional cost such as incidental expense, possible loss of income or structural changes in the family. അപ്പൊ അങ്ങനെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ദീർഘകാലം കുറെ സമയം അത് റിക്കവർ ചെയ്യാൻ, ആ രോഗത്തിൽ നിന്ന് മുക്തരാവാൻ കുറെ അധികം സമയം വേണ്ടി വരുന്ന രോഗങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ എന്ത് വേണം? വിച്ച് റിക്വയർഡ് അഡീഷണൽ കോസ്റ്റ്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ സാധാ അത്രയും പൈസ കിട്ടിയാൽ പോരാ അല്ലെ, അഡീഷണൽ കോസ്റ്റുകൾ, ചെലവുകൾ വരാം. അതായത് ഇൻസിഡന്റ്, ആകസ്മികമായി ഉണ്ടാകുന്ന വരുന്ന ചെലവുകള്, ഇനി ഫാമിലിക്ക് ഉണ്ടാകുന്ന നഷ്ടം, ലോസ് ഓഫ് ഇൻകം. അയാളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന ആളാണ്, ദീർഘകാലം ഇങ്ങനെയുള്ള രോഗം വരുമ്പോ ആ ഫാമിലിക്ക് ഇൻകം സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുമല്ലോ. അത് ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ച്, അതായത് ഇപ്പൊ അയാൾ മരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഫാമിലിയുടെ ഘടന തന്നെ മാറിയല്ലോ. അതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ വരാമെന്ന് പറഞ്ഞേക്കുന്നത് ആണ്. ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കുക, അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. അതിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ക്രിട്ടിക്കൽ ഇൽനെസ് സച്ച് ആസ് ക്യാൻസർ, പാരാലൈസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ അണ്ടർലൈൻ ചെയ്തിടാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്രിട്ടിക്കൽ ഇൽനെസ്, ഗുരുതരമായ രോഗങ്ങള്, സീരിയസ് ആയിട്ടുള്ള രോഗങ്ങള്, ക്യാൻസർ, പാരാലൈസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഇനി അപ്പൊ അവർക്ക് അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ കൂടി കണക്കിലെടുത്ത് അതിനുള്ള കവറേജ് കൂടി കൊടുക്കും. അതാ പറയുന്നത് കേട്ടോ. അതായത് അവരെയും അവരുടെ ഫാമിലിനെയും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അയാളുടെ ആ ഒരു ആബ്സെൻസിൽ ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം അതും കൂടി കവറേജ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ ലാസ്റ്റത്തെ സെന്റൻസ് ഇല്ലേ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സം ഗ്രേവ് ഇൽനെസ് മേ നീഡ് പ്രൊലോങ്ഡ് റിക്കവറി വിച്ച് റിക്വയർ അഡീഷണൽ കോസ്റ്റ്. അപ്പൊ അവർക്ക് അഡീഷണൽ, ഇപ്പൊ കുറച്ച് പൈസ മതിയാവില്ല, അഡീഷണൽ ചെലവുകൾ വരാം. സച്ച് ആസ് ഇൻസിഡന്റൽ എക്സ്പെൻസ്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി. അത് രണ്ട് സെന്റൻസും, ആദ്യത്തേതും ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടും. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. അപ്പൊ അത് എന്ത് പറ്റുമ്പോഴായിരിക്കും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ കിട്ടുന്നല്ലേ. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലിയബിൾ. ബാധ്യതയുണ്ട് എന്തിന്? ടു ബി പെയ്ഡ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. ഇതിപ്പോ അല്ലാത്ത ഇതിന് കിട്ടൂല. ഒരു അപകടത്തിന്റെ പേരിൽ മാത്രം കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് അതിന് നൽകുന്ന കവറേജ് അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്.
അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇവിടെ തമ്പിട്ട സ്ക്രീൻ ഷെയർ ചെയ്തേക്കൊണ്ട് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ്. എങ്ങനെയാ? ലീബിൾ ടു പെയ്ഡ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. ഒരു അപകടത്തിന്റെ പേരില്, ഒരു അപകടം ഉണ്ടായ, ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രമേ അത് കിട്ടുള്ളൂ, കവറേജ് കിട്ടുള്ളൂ. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. രോഗം വന്ന് ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാലൊന്നും ഇതിന്റെ കവറേജ് കിട്ടില്ല. ഓരോ ഇതിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ദിസ് ഈസ് എ ബെനിഫിറ്റ് പ്ലാൻ ഇൻ വിച്ച് ദ ഒബ്ജക്ട് കവർ ഇസ് പെയ്ഡ് ആസ് എ ലംപ് സം. ലംപ് സം എന്ന് പറഞ്ഞാൽ ഒറ്റ തുകയായിട്ട്, based on the degree of disability and or death. കണ്ടോ? അവർക്ക് ഉണ്ടാകുന്ന, ഇപ്പൊ ആക്സിഡന്റ് സംഭവിച്ചു, അയാൾക്ക് എന്താ, നമുക്ക് എന്നേക്കുമായിട്ട് ഈ വല്ല കയ്യോ കാലോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ പരിക്ക് പറ്റി ദീർഘനാൾ ഇങ്ങനെ ആ ഒരു അംഗവൈകല്യങ്ങള് അല്ലെ, കാലോ കയ്യോ ഇതായി പോകാം, അങ്ങനെയൊക്കെ, അങ്ങനെ പറ്റൂലേ? വല്ല കണ്ണ് കാഴ്ച പോകാം, അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിസബിലിറ്റി, അല്ലെങ്കിലോ ഡെത്ത്, അയാൾക്ക് അപകടം വന്നിട്ട് അയാൾ മരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ എത്രത്തോളം ഉണ്ട്, അതിന്റെ തീവ്രത, ലാസ്റ്റ് സ്റ്റേജ് അല്ല മരണം, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ അല്ലെ? ആ ആക്സിഡന്റിന്റെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രതയെ കണക്കിലെടുത്ത് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ അത് എത്രത്തോളം ആ വൈകല്യങ്ങൾ വന്നു അതിനനുസരിച്ചുള്ള ക്യാഷ് അവർ കവർ ചെയ്യും. ഇപ്പൊ മരണം സംഭവിച്ചു, അയാളുടെ എന്നേക്കുമായുള്ള ഒരു ഇതാണ് പറ്റിയത്, ആക്സിഡന്റ് പറ്റി, എല്ലാം അല്ലാതെ ചെറിയ ഇതൊക്കെ പറ്റി, അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കണക്കിലെടുത്തിട്ടാണ് കവറേജ് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. ആക്സിഡന്റിന് മാത്രം ഉണ്ടാകുന്ന ഒരു അപകടത്തിന്റെ പേരിൽ മാത്രം കിട്ടുന്നതാണ്. Accident policy covers the insured for expenses liable to be paid only on account of accident. Underline ചെയ്യാം. അത്രയും. ഓക്കെ, ആ ഒരു സെന്റൻസ് മാത്രം അവിടെ നോട്ട് ചെയ്താൽ മതി. പിന്നെ ലംസം ഒറ്റ തുകയായിട്ട്, അല്ലാതെ ആദ്യം കുറച്ച് രൂപ കൊടുത്തു പിന്നെ കുറച്ച്, അങ്ങനെയല്ല അവിടെ കൊടുക്കണം കേട്ടോ. അതാണ് പെയ്ഡ് ചെയ്യുന്നത്. എങ്ങനെയാ കവർ, ഇൻഷുറൻസ് പോളിസി എങ്ങനെയാ കവർ ചെയ്യുന്നത്? പെയ്ഡ് ആസ് എ ലംപ് സം, ഒറ്റ തുകയായിട്ട്. അതെങ്ങനെയാ? ആ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡെത്തിന്റെ ആ തീവ്രത നോക്കിയിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം പറ്റി അതനുസരിച്ചിട്ടുള്ള തുകയാണ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ടോപ്പ് അപ്പ് കവർ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ അതില്. ഇനി നെക്സ്റ്റ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. A top up health cover is considered as an extension cover. Extension എന്ന് വെച്ചാൽ വിപുലീകരണം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത്. നമ്മളൊരു ഹെൽത്ത് പോളിസി നമ്മൾ എടുത്തു, അപ്പൊ അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇനി അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത്, ഇനി കുറച്ചും കൂടി നമുക്ക് അത് പോരാ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. Okay, a top-up health cover is considered as an extension cover. Underline ചെയ്തേ, your current health or hospitalization policy. ഇപ്പൊ നമ്മുടെ നിലവിലുള്ള ഹെൽത്ത് പോളിസി, ഹോസ്പിറ്റലൈസേഷൻ പോളിസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഇതാണ് ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ എന്ന് പറയുന്നത്. Okay, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. This policy can be considered as an add-on a cover to your current hospitalization policy. In the case of higher expenses due to the illness or accident, when existing policy, some insured get exhausted. Exhaust ചെയ്യാന്ന് വെച്ചാൽ എന്താ? തീർന്നു പോവുക, ആ എമൗണ്ട് തീർന്നുപോയി. അങ്ങനെയാണെങ്കിൽ top up cover take care of extra expenses. അതായത് നമ്മള് നിലവിൽ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് പോളിസി, ഹോസ്പിറ്റലൈസേഷൻ ഓർ ഹെൽത്ത് പോളിസി നിലവിൽ പോളിസി ഉണ്ടെന്ന് വിചാരിക്കാം. ആ പോളിസിക്ക് പുറമെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നിലവിലൊരു പോളിസിയിൽ അവർ ഇൻഷുർ ചെയ്ത തുക
അത് നമുക്ക് പോരാ, അല്ലെങ്കിൽ അത് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ മൂലം അധികമായിട്ട് നമുക്ക് ചെലവുകൾ ഉണ്ടായാൽ ആ ചെലവ് ഏത് ടോപ്പ് അപ്പ് കവർ വഹിക്കും. ഓക്കെ, നമ്മൾ ആ പോളിസി എടുത്തപ്പോ അത്രയും ഇതാ കിട്ടുക, മാക്സിമം ഇത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇത് പറ്റി ഇങ്ങനെ വന്ന് നമുക്ക് അവിടെ ആ ഹെൽത്ത് പോളിസിന്ന് കിട്ടിയത് പൈസ അതിനേക്കാൾ കൂടുതൽ അധിക ചെലവ് വരികയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഏതെടുക്കാന്നാ പറഞ്ഞേ, ടോപ്പ് അപ്പ് കവർ എടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ചെലവുകൾ ആ ടോപ്പ് അപ്പ് കവർ വഹിക്കും. ക്ലിയർ ആയോ? നമ്മൾ മൂന്നെണ്ണം നോക്കി, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇന്ത്യയില് നമുക്ക് നിലവിലുള്ള ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയില് നമുക്ക് നിലവിലുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകള്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, SHI എന്ന് ഷോർട്ട് ഫോം ചോദിക്കാം ചിലപ്പോ കേട്ടോ, അല്ലെങ്കിൽ SHIയുടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. അവിടെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കാം, SHI. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ഒന്നുകൂടി പറയാമോ? ഓക്കെ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞ നമുക്ക് സാധാരണ രോഗങ്ങൾ അങ്ങനെ കിട്ടുന്ന ഒരു കവറേജ് അല്ല, പോളിസി അല്ലാതെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ആക്സിഡന്റിന് പറഞ്ഞില്ലേ, ആക്സിഡന്റ് കിട്ടിയാൽ മാത്രമാണ് അത് ആ പോളിസി കവറേജ് കൊടുക്കുള്ളൂ, അല്ലാതെ വേറെ അസുഖം വന്നാൽ കൊടുക്കൂല. ഇവിടെ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞപ്പോ സാധാരണ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പോളിസി കവറേജ് തരൂല നമുക്ക്. ആ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ആർക്കാ ബെനിഫിറ്റ് കവർ കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻഷുർഡ് ഫോർ എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്. സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളില്ലേ, അങ്ങനെ വരുമ്പോൾ ആ ഇൻഷുർഡിന് കവറേജ് കൊടുക്കുന്ന പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. ആ പേരിന്ന് അറിയാലോ. അത് ഏതൊക്കെയാ? ഇപ്പൊ ക്യാൻസർ വന്നു, അല്ലെങ്കിൽ പാരാലൈസിസ്, എക്സാമ്പിൾസാ പറഞ്ഞേക്കണേ. മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അത് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗമല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനാണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി കവറേജ് നൽകുന്നത്. For which the hospitalization expense may or may not be covered. ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമുക്ക് പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉൾപ്പെടുത്താതെയോ ഇരിക്കാം. സം ഗ്രേവ് ഇൽനെസ്, ഗ്രേവ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള രോഗങ്ങള്, അതിന് ദീർഘകാലം നമുക്കത് റിക്കവറി, ആ രോഗം വന്ന് ഇപ്പൊ നമുക്ക് എന്താ പറയാ അതിൽ നിന്ന് മാറാൻ 1-2 ദിവസം കൊണ്ട് ഒരാഴ്ചയും കൊണ്ട് നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റൂല. ദീർഘകാലം റിക്കവറി, ആ ലോങ് റിക്കവറി കണ്ടോ, അങ്ങനെ ദീർഘകാലം അത് റിക്കവറി വേണ്ടി വരുന്ന അങ്ങനെയുള്ള രോഗങ്ങള്. അപ്പൊ അവിടെ എന്താണ്, അഡീഷണൽ കോസ്റ്റ് വരും, വിച്ച് റിക്വയർ അഡീഷണൽ കോസ്റ്റ്, സച്ച് ആസ് അഡീഷണൽ കോസ്റ്റുകൾ വരില്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ കവർ ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. സച്ച് ആസ് ഇൻസിഡന്റൽ എക്സ്പെൻസ്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം, നമുക്ക് ആ ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് നമുക്ക് എന്താണ് ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം, പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇപ്പൊ ഒരാൾ മരിച്ചു പോയെങ്കിൽ ആ ഫാമിലിയിലെ ഒരു സ്ട്രക്ചറൽ വ്യത്യാസം വന്നില്ലേ, എന്നേക്ക് പോയി അയാൾക്കൊരു ഒരു വിയോഗം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആ ദീർഘകാല രോഗങ്ങള്, ഇങ്ങനെയുള്ളതൊക്കെ ഇൻസിഡന്റ് എക്സ്പെൻസിന്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം ഓർ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദ ഫാമിലി, അപ്പൊ അതിനൊക്കെ നമുക്ക് കവറേജ് കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. ആദ്യത്തെ സെന്റൻസ് നോട്ട് ചെയ്യണം, പിന്നെ അടുത്ത സം ഗ്രേവ് ഇൽനെസ് എന്നോടിനുള്ളത് അതും നോട്ട് ചെയ്യണം. ഏതിനൊക്കെ കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കിട്ടുന്നുള്ളത്. ചോദിച്ചാൽ ക്ലിയർ ആയോ? യെസ്. ഇനി ഇന്ത്യയില് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഞാൻ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചേക്കാൻ പറഞ്ഞു, SHI എന്നൊന്ന് എഴുതി വെക്കാം, ചിലപ്പോ ഷോർട്ട് ഫോം ഒക്കെ ചോദിക്കാലോ. ഇനി ഇന്ത്യയില് നമുക്ക് നിലവിലുള്ള കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. It is an insurance program that meet at least one of the following 3 conditions. അപ്പൊ ഈ താഴെ പറയുന്ന ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്.
അതിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രോഗ്രാം അതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. It is an insurance program that meets at least one of the following three conditions. 3 കണ്ടീഷൻ അവർ പറയുന്നത്. ആ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു പോളിസി അല്ല കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന പാലിക്കുന്ന ഇൻഷുറൻസ് പ്രോഗ്രാം അതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി എന്തൊക്കെയാ കണ്ടീഷൻ അവർ പറയണേന്ന് നോക്കിയേ. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് പ്രോഗ്രാം. Participation in the insurance program is mandatory either by law or by the condition of the employment. Mandatory എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് നിയമം അനുസരിച്ചോ ഇൻഷുറൻസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് നിയമമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകള് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയാം ഫാക്ടറി വർക്കേഴ്സ്. അവരെന്താ? അവർക്കുടെ ഒരു നിയമമാണ് പോളിസി എടുത്തിരിക്കണം, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം എന്നുള്ളത്. അതാണ് നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ either by law or നിയമം either by law or by the condition of the employment. അതായത് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കേട്ടോ. അത് ലോ നിയമം അനുസരിച്ച് നിർബന്ധമായി എടുക്കണം. അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ബൈ ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. അതായത് ഇപ്പൊ നമ്മൾ ഫാക്ടറി വർക്കേഴ്സ്, അതാ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഫാക്ടറി വർക്കേഴ്സ്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകള്, അപ്പൊ അവർക്ക് പല അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അവർ ആ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നിർബന്ധമാണ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഇൻഷുറൻസ് എടുക്കണം. അത് ആ തൊഴിലിന് അവർക്കുടെ ജോലിയുടെ ഒരു കണ്ടീഷനാ. മനസ്സിലാണ്ടോ പറയണേ? അല്ലെങ്കിൽ അവർക്ക് നിയമമാണ് അത് എടുത്തിരിക്കണം. ആ ജോലി നമ്മൾ ചെയ്യുന്നവര് എന്താണ്? ഒരു ഇൻഷുറൻസ് ഇത് എടുത്തിരിക്കണം എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്. ആ ഇൻഷുറൻസ് പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്ലിയർ ആയി? ഒന്നാമത്തെ പറഞ്ഞത് നിർബന്ധമായിട്ട് നമ്മൾ എടുത്തിരിക്കണം. എന്താ പറഞ്ഞ, ഒരു ഫാക്ടറിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്താ പറയാ, ആ എംപ്ലോയ്മെന്റിന്റെ ഒരു കണ്ടീഷനാണ്, ആ ജോലിയുടെ ഒരു കണ്ടീഷനാണ് എന്ത്, അല്ലെങ്കിൽ ഒരു നിയമമാണ് എന്ത്, അവിടെ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇനി രണ്ടാമത് പറയുന്നത് നോക്കിയേ, the insurance program is exercised on behalf of a group. ഇത് ഒരു ഗ്രൂപ്പിന്റെ പേരിലാണ്. ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. അത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ലിമിറ്റ് ചെയ്ത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ല. അത് എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിന്റെ പേരില. ഇപ്പൊ 3 or 4 അല്ലെങ്കിൽ 2 or 3 അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതല്ല. എന്നാല് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 5, 10, 20 അങ്ങനെ അത്രയും പേര് അടക്കുന്നതല്ല. ഒരു സ്മോൾ ഗ്രൂപ്പിന് എന്താ പറഞ്ഞ 2 or 3 ആളുകളുടെ ഒരുമിച്ചുള്ള പേരിലായിരിക്കും ഇൻഷുറൻസ്. ഓക്കെ, അതാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. എന്തിന്റെ? ഒരു ഗ്രൂപ്പിന്റെ പേരിലാണ് ഈ ഇൻഷുറൻസ് പ്രോഗ്രാം. ഇനി അത് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരാൾക്കോ 2 ആൾക്കോ അല്ലെ അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പിന്റെ ആണ്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ 20 or 30 പേരുള്ള ഗ്രൂപ്പ് അല്ല. അവിടെ ഒരു 4 or 5 അത്രയൊക്കെയാണുള്ളത്. അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ പേരിലാണ് എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. ആ ഗ്രൂപ്പുകളിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ്. അടുത്ത മൂന്നാമത്തെ, ആൻ എംപ്ലോയർ മേക്ക് എ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഫാക്ടറി വർക്കേഴ്സിനാണെന്ന് പറഞ്ഞില്ലേ. അതായത് ഇനിയിപ്പോ നമ്മളെ വല്ല ഉയരത്തിൽ ജോലി ചെയ്യുന്ന ആളുകള്, അവരൊക്കെ ചിലപ്പോ വീണൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും പറ്റാം അല്ലെ. അല്ലെങ്കിൽ ഹൈ റിസ്ക് ജോലികൾ, ഇതുപോലെ ഹൈ റിസ്ക് ജോലിയിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ, അവര് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഷുറൻസ് സ്കീമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയറിന് വേണ്ടിയല്ലേ, അവർക്കുടെ സുരക്ഷാ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയാ. അപ്പൊ അതിന് ഒരു കോൺട്രിബ്യൂഷൻ എംപ്ലോയറും കൂടി വഹിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയിക്ക് വേണ്ടിയാണ്. An employer make a contribution to the program. ആർക്കുടെ പേരില്? on behalf of an employee. എംപ്ലോയിയുടെ പേരില്, ആ തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കുടെ പേരിൽ ഉള്ള ഇൻഷുറൻസ് പ്രോഗ്രാമില് എംപ്ലോയർ കൂടി, അവിടത്തെ തൊഴിലുടമയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം. മൂന്നാമത്തെ ഒരു കണ്ടീഷനാ പറഞ്ഞേക്കുന്നത് അവിടെ.
മനസ്സിലായോ? 3 കണ്ടീഷൻ മനസ്സിലായോ? ഒന്ന്, നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്, മാൻഡേറ്ററി, നിർബന്ധമാണ്. ഇനി രണ്ടാമത്തത്, ഇതെങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിന്റെ പേരിലാണ്, 3-4 ആളുകള് അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ്, ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. പിന്നെ മൂന്നാമത്തെ കണ്ടീഷനാണ് എംപ്ലോയർ, അതായത് നമ്മുടെ തൊഴിലുടമ, എംപ്ലോയർ ഈ ഇൻഷുറൻസ് പ്രോഗ്രാമിന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഹൈ റിസ്കിലുള്ള ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഇല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്താണ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതിന്റെ ഫീച്ചേഴ്സ്. അതായത് ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് രൂപീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റേതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമുക്കറിയാം, ഒരു പ്രൈവറ്റ് സ്ഥാപനവും സ്ഥാപനവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ അല്ലെ? ഇപ്പൊ നമ്മളൊരു സർക്കാർ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അതിൻ്റെതായ വ്യത്യാസമല്ലേ? പൈസയൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ പോലെ നമുക്ക് അല്ലെ, 5-10 രൂപ എങ്ങാണ്ടുള്ളൂ നമുക്കൊരു സീറ്റ് എടുക്കണമെങ്കിൽ. അത്രയും മതിയോ? നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടല്ലേ അവിടെ? ഇല്ലേ? വ്യത്യാസമുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് രൂപീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ആണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഗവൺമെന്റിന്റേതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം, ബെനിഫിറ്റ്സ് ഉണ്ടാവാം. അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. എന്തെല്ലാം ഓഫർ ചെയ്യുന്ന? അവര് കുറഞ്ഞ കോസ്റ്റിലാണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ അണ്ടർലൈൻ ചെയ്തോട്ടോ, ലോ കോസ്റ്റ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. കുറഞ്ഞ കോസ്റ്റിലാണ് അവര് ഓഫർ ചെയ്യുന്നത്. ലോ കോസ്റ്റ്, അത്രയൊന്ന് നോട്ട് ചെയ്താൽ മതി. ലോ കോസ്റ്റിലാണ് ഓഫർ ചെയ്യുന്നത്. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്, കുറഞ്ഞ കോസ്റ്റിലാണ് ഓഫർ ചെയ്യുന്നത്. ഇനി BPL ഫാമിലീസ് can also get of insurance benefit with the policy. ഇനി ആർക്കാ? BPL, ബിലോ പോവർട്ടി ലൈൻ, BPL ഫാമിലിക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഈ പോളിസിയിലൂടെ കിട്ടും. അടുത്തത് നോക്കാം, അവിടെ BPL ഫാമിലി എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കുഞ്ഞുതാക്കി പറഞ്ഞു കഴിഞ്ഞാ കേട്ടോ. ആദ്യത്തേൽ എന്ത് പറഞ്ഞു? ലോ കോസ്റ്റിലാണ് ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഓഫർ ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് BPL ഫാമിലിക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഈ പോളിസിയിലൂടെ കിട്ടും. BPL families can also get of insurance benefits with this policy. ഈ പോളിസിയിലൂടെ ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ the policy guarantee coverage for the poor people. ഇനി ആർക്ക് കവറേജ് കൊടുക്കും? പാവപ്പെട്ട ആളുകൾക്ക് ഉള്ള കവറേജ് ഈ പോളിസി ഉറപ്പ് നൽകുന്നു. പൂർ പീപ്പിൾ അപ്ലൈ ചെയ്തിട്ടോ, അവർക്ക് കൂടി കവറേജ് കൊടുക്കുന്നു. പോളിസി ഗ്യാരണ്ടി കവറേജ് ഫോർ ദ പൂർ പീപ്പിൾ, പാവപ്പെട്ട ആളുകൾക്ക് കവറേജ് കൊടുക്കുന്നു. ഇനി അടുത്തത് the policy consists of treatment in both the private and government hospitals for the better health care. ഈ പോളിസി എന്താ? The policy എന്ത് കവർ ചെയ്യുന്നു? The policy consists of treatment. പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില് ട്രീറ്റ്മെന്റ് ഈ പോളിസിയിൽ ഉൾപ്പെടുന്നു. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളിസി കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ലോ കോസ്റ്റിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഓഫർ ചെയ്യുന്നത്. എന്താ? കുറഞ്ഞ ചെലവില്, കോസ്റ്റിലാണ്.
BPL ഫാമിലിക്ക് അതിന്റെ പോളിസിയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആർക്ക് കൂടി പാവപ്പെട്ട ആളുകൾ പീപ്പിളുടെ കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഈ ട്രീറ്റ്മെന്റ് പോളിസിയിലൂടെ കിട്ടും. ക്ലിയർ ആയ 4 പോയിന്റും അണ്ടർലൈൻ ചെയ്തോ? ഞാൻ പറഞ്ഞത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ലോ കോസ്റ്റ്, BPL ഫാമിലി, പിന്നെ അടുത്ത പൂർ പീപ്പിൾ, ദെൻ അടുത്തത് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. രണ്ടിലും ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അവിടെ ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോ? ഓക്കെ, ഇമ്പോർട്ടന്റ് എഴുതി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, അതായത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. നാലാമത്തെ പറയാമോ? ഓക്കെ, നാലാമത്തെ പറയാലോ. ഈ പോളിസിയിൽ എന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? പോളിസി കൺസിസ്റ്റ് ഓഫ്, ഇതിൽ എന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? ട്രീറ്റ്മെന്റ് ഏതാണ്? പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് ഈ പോളിസിയിൽ വരും. ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചെയ്യാം. രണ്ടിന്റെയും ആ പോളിസി കവറേജ് കൊടുക്കണ്ടെന്ന്. ഫോർ എന്തിനു വേണ്ടി? ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. നല്ലൊരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പൊ അല്ലെങ്കിൽ ചിലത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെയില്ല. രണ്ട് ഹോസ്പിറ്റലിലും, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനാണെങ്കിലും ഈ പോളിസി കവറേജ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ 4 പോയിന്റും? ഓക്കെ, തമ്പ് കണ്ടില്ലല്ലോ. ഓക്കെ ഓക്കെ, ഫസീലിയാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ. ലോ കോസ്റ്റ്, BPL ഫാമിലി, പൂർ പീപ്പിൾ, ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഇനി രണ്ടാമത്തെയാണ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ദ എംപ്ലോയി ദ സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESI എന്ന് കേട്ടിട്ടുണ്ടോ? ESI ഉണ്ട് എന്നൊക്കെ പറയുന്ന കമ്പനി ജോലിക്കാരൊക്കെ എനിക്ക് ESI ഉണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ESIയുടെ ഹോസ്പിറ്റലിൽ അവർക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടൂലേ. എന്താണ് ESI എന്ന് പറഞ്ഞാൽ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESI. രണ്ടാമത്തെ ആണ് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ SHI പറഞ്ഞു, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് സ്കീമുകളാണ് കേട്ടോ ഓരോന്നും. രണ്ടാമത്തെയാണ് ESI. അപ്പൊ അതിന്റെ നമ്മൾ എന്ത് നോക്കണം? ആ എക്സ്പാൻഡഡ് ഫോം നോക്കണം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. നോക്കിയേ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. ഈ ESI എന്നാ സ്ഥാപിച്ചത്? ആ ഒരു സ്കീം എന്താണ്? 1948, 1948 മുതൽ ഈ നമ്മുടെ ഈ ESI അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്ഥാപിച്ചത്. ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIS. അത് കേട്ടിട്ടുണ്ടോ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESIS എന്ന് പറയാം. ഗിവ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. പൈസ ആയിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളും കിട്ടും. ചികിത്സയുടെ മെഡിക്കൽ ബെനിഫിറ്റും ഉണ്ട്, ക്യാഷ് ബെനിഫിറ്റും കിട്ടും. അതൊന്നും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഗീവ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. ക്യാഷ് മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും. ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾസ് ദ സ്കീം. അണ്ടർലൈൻ ചെയ്ത് വെച്ച് ESIC. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ നോട്ട് ചെയ്യുക. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ സ്കീം ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ദ സ്കീം. ESIS എന്ന് പറഞ്ഞ ആ സ്കീമിന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ആൻഡ് then is the cooperative semi government body. അത് അണ്ടർലൈൻ ചെയ്തോ? സെമി ഗവൺമെന്റ് ബോഡി ആണ്. ഇത് നയിക്കുന്നത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ. ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ചെയർമാന് ആര്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. ഡയറക്ടർ ആരാ? ജനറൽ ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ്. ഡയറക്ടർ ജനറൽ ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ്. അതിന്റെ ആ ഒരു നമ്മുടെ ഈ കോർപ്പറേറ്റീവ് സെമി ഗവൺമെന്റ് ബോഡി എന്ന് പറഞ്ഞില്ലേ സ്കീം, അതായത് അതിനെ നയിക്കുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ
അതിനെ നയിക്കുന്നത് ആരാണ്? കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്, ആ സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ എന്ന് പറയുന്നത് ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ആ 1948 സ്ഥാപിച്ചത്. ഇനി എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അത് ക്യാഷ് കവറും അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. പൈസയായിട്ടും മെഡിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ബെനിഫിറ്റും ഈ സ്കീമിൽ കിട്ടുന്നുണ്ട്, ESIS കിട്ടുന്നുണ്ട്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾ ദ സ്കീം. ആരാണ്? ESIC ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ESIനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ ഒരു ചെയർമാൻ എന്ന് പറയുന്ന യൂണിയൻ മിനിസ്റ്ററും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഡയറക്ടർ ജനറലും ആണ്. ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഇനി അടുത്ത് നോക്കിയേ, ടു മേക്ക് യൂസ് ഓഫ് ദ സിക്നസ് ബെനിഫിറ്റ്സ്. ഇനി സിക്നസ്, നമുക്ക് അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ, അസുഖ ആനുകൂല്യങ്ങള്. ദ എംപ്ലോയി ഹാവ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 days ബിഫോർ ദ സിക്നസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു അസുഖ ഒരു ബെനിഫിറ്റ് ആനുകൂല്യം നമുക്ക് കിട്ടണമെങ്കിൽ, ഞാൻ ഇന്ന് ജോലിക്ക് കയറി കേട്ടോ, നാളെ എനിക്ക് അസുഖം വന്നു, അവര് തരുമോ? തരൂല. എങ്ങനെയാ സിക്നസ് ബെനിഫിറ്റ് ഇത് കിട്ടും? ESIയുടെ സിക്നസ് ബെനിഫിറ്റ് എപ്പോഴാ കിട്ടുള്ളൂ? ആ ജോലിക്കാരൻ അയാള് ആ രോഗം വന്നതിന് 78 ദിവസം അതിനും അത്രയും, അതായത് ജോലി ചെയ്തിട്ട് ജോലി ചെയ്യണം. അതാണ് ഹാസ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 days. അസുഖം വന്നതിന് മുന്നേ 78 ദിവസം അയാൾ അവിടെ ജോലി ചെയ്തു. ഇപ്പൊ 78 ദിവസം ജോലി ചെയ്തു, 79ാമത്തെ ദിവസം അയാൾക്ക് അസുഖം വരികയാണെങ്കിൽ കിട്ടും, സിക്നസ് ബെനിഫിറ്റ് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക് പറയണത്? 78 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജോലി ചെയ്യുന്നവർക്ക് അസുഖം വന്നാൽ മാത്രമേ ഈ ESIയുടെ ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇന്നിപ്പോ ജോലിക്ക് കയറി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് കയറിയ, അപ്പത്തേക്ക് എനിക്കൊരു അസുഖം വന്നു, കിട്ടൂല. എത്ര ദിവസം വേണം? ഞാൻ 78 ദിവസം ജോലി ചെയ്തു, അതിനുശേഷം എനിക്ക്, അല്ലെങ്കിൽ 100 ദിവസമായി ഞാൻ ജോലിക്ക് കയറിയിട്ട്, അതിനുശേഷം എനിക്കൊരു അസുഖം വരുവാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ESIയുടെ സിക്നസ് ബെനിഫിറ്റ് കിട്ടും. സിക്നസ് ബെനിഫിറ്റ് കിട്ടും, അസുഖ ആനുകൂല്യം കിട്ടും. ക്ലിയർ ആയോ ഇപ്പോ? ഇനി സിമിലർലി ടു മേക്ക് ദ യൂസ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഇനി അടുത്തത് പ്രസവ ആനുകൂല്യം കിട്ടണമെങ്കിലോ, the woman has to have worked for 78 days before availing the benefit. എത്ര ദിവസം പറഞ്ഞേക്കണേ? ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ 70 ദിവസം വർക്ക് ചെയ്യണം. ഇതാണ് 70 ദിവസം. ആ വുമൺ അവിടെ 70 ദിവസം, ആ സ്ത്രീ 70 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അതിനുശേഷം മാത്രമാണ് ആ ഒരു പ്രസവാനുകൂല്യം കിട്ടുള്ളൂ, ESIയുടെ പ്രസവാനുകൂല്യം കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇന്ന് നമ്മളെ ജോലിക്ക് കയറി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ജോലി കയറി, അപ്പത്തേക്കും ഇത് നമുക്ക് അങ്ങനെ ആ ആനുകൂല്യം കിട്ടൂല. മനസ്സിലായോ? 2 മാസമൊക്കെ വരൂലേ? 2 മാസത്തിൽ കൂടുതൽ വരും. അല്ലാതെ നമ്മളിപ്പോ ഓൾറെഡി ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് നമ്മൾ ജോലിക്ക് കയറിയത്, ഞാൻ പ്രസവിക്കാറായി, ഇപ്പൊ 9 days ആകുമ്പോഴത്തേക്കും ഡെലിവറി നടക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ജോലിക്ക് കയറി 1 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഡെലിവറി ആയെങ്കിൽ അവര് തരൂലാന്ന്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അതായത് 78 ദിവസം കഴിഞ്ഞാലാണ്, ജോലി ചെയ്തിട്ടാണ്, അപ്പൊ അങ്ങനെ ഇതായി കഴിഞ്ഞാലാണ് സിക്നസ്, സോറി, നമ്മുടെ ഏതാണ് ഈ മെറ്റർനിറ്റി ബെനിഫിറ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? 78 ദിവസം എന്തായാലും ആ സ്ത്രീ അവിടെ വർക്ക് ചെയ്തിരിക്കണം, അതിനുശേഷമാണ് ഈ ESIയുടെ മെറ്റർനിറ്റി ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതും ഒന്ന് നോട്ട് ചെയ്തു. 70 days, 70 ദിവസം, 70 days ആണ്. സിക്നസ് ബെനിഫിറ്റിന് 78 days ആണ്. രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് നോക്കിയേ, രണ്ടും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
primarily designed to help factory workers handle the expenses following the accident and occupational hazard. The employee state insurance scheme is available for the workers employed in different factories in India. The workers drawing wages not in excess of 21,000 per month can take part in the scheme. അടുത്ത പറഞ്ഞേക്ക് നോക്കിയേ, ഈ നമുക്ക് ഇവിടെ എന്തെങ്കിലും ആക്സിഡൻസ് ഈ നമുക്ക് തൊഴിൽപരമായിട്ടുള്ളതാണല്ലോ, ഫാക്ടറി വർക്കേഴ്സിനെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണല്ലോ ഈ നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ESI സ്കീം എന്ന് പറയുന്നത് ഫാക്ടറി തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ മൂലം ഉണ്ടാകുന്ന ഈ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഹസാഡുകള് ദുരിതങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ചെലവുകൾ അവർക്ക് കിട്ടും. ഓക്കെ, ദ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ്. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, 21,000 ഒരു പെർ മന്തില് അതിൽ കവിയാൻ പാടില്ല. ഒരു 50,000 രൂപ ഒരു മാസം മേടിക്കുന്നവർക്ക് ഇത് കിട്ടുമോ? കിട്ടൂല. എത്രയായിരിക്കുന്നതാ പറഞ്ഞേ? 21,000 രൂപയുടെ സാലറി കൂടുതൽ മേടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കിട്ടൂല. മനസ്സിലായോ? ഏത് ESIയുടെ ആനുകൂല്യം കിട്ടൂല. അവർക്ക് ആവശ്യമില്ലല്ലോ അല്ലെ, ഇഷ്ടംപോലെ പൈസ ഇല്ലേ, പിന്നെ എന്തിനാ? 21,000 രൂപയില് കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആള് മന്താട്ടോ, പെർ മന്ത് എന്നാ പറഞ്ഞേക്കണം. ഒരു മാസം 21,000 രൂപയില് കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആള് അയാൾക്ക് കിട്ടൂല. ഓക്കെ, ക്ലിയർ ആണോ? ESIയുടെ ഇത് കിട്ടൂല. ഇത് ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അയാൾക്കുടെ സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മാസം പെർ മന്ത് ഒരു മാസത്തില് 21,000 രൂപയില് കൂടുതൽ സാലറി മേടിക്കുന്ന വർക്കേഴ്സിന് ഈ ESIയുടെ ബെനിഫിറ്റ് കിട്ടൂല. അത് താഴെ ഇപ്പൊ ഒരു 8,000 രൂപ 10,000 രൂപ 12,000 രൂപ അങ്ങനെയൊക്കെ വരുമ്പോ 21,000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ, അങ്ങനെയുള്ള വർക്കേഴ്സിന് മാത്രമേ ESIയുടെ ഈ ആനുകൂല്യം ലഭിക്കുള്ളൂ. ക്ലിയർ അല്ലേ? അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഇനി അടുത്ത് നോക്കിയേ, എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയി ഷെയർ ദ പ്രീമിയം. ഇനി ഇതിന്റെ പ്രീമിയം എമൗണ്ട് അടയ്ക്കുന്നത് രണ്ടുപേരും കൂടിയാണ്. എംപ്ലോയറും ഒരു പാർട്ട് അടയ്ക്കണം, എംപ്ലോയിയും ഒരു ഭാഗം അടയ്ക്കണം. ESI ഉള്ളവരുണ്ടോ? ഈ ഹസ്ബൻഡ് ഒക്കെ എന്തെങ്കിലും ഇത് ESI കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ട്. ശ്രീലക്ഷ്മി പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പ്രീമിയം അടയ്ക്കൂലേ? അപ്പൊ പ്രീമിയം അടയ്ക്കുമ്പോൾ ആരാണ്? എംപ്ലോയറും ഒരു എമൗണ്ട് അടയ്ക്കണം, എംപ്ലോയിയും അടയ്ക്കണം. ഷെയർ ദ പ്രീമിയം. ആ പ്രീമിയം രണ്ടുപേരും ഷെയർ ചെയ്യണം. രണ്ടുപേർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലേ? നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായി എംപ്ലോയറിന് ഒരു ഇച്ചിരി ഇതുണ്ടല്ലോ, അപ്പൊ കുറച്ച് എമൗണ്ട് എംപ്ലോയർ അടയ്ക്കണം. പിന്നെ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ശരിയാണ്. രണ്ടുപേരും ആ പ്രീമിയം ഷെയർ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതൊക്കെ ESIയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയി ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും ആ പ്രീമിയം ഷെയർ ചെയ്യണം. ഇനി എത്രത്തോളം ഷെയർ ചെയ്യണതൊക്കെ? എംപ്ലോയി തൊഴിലാളി എന്തോരം ചെയ്യണം? pay on the average 0.75% of the wage. അദ്ദേഹത്തിന്റെ കൂലിയുടെ ആ എംപ്ലോയിയുടെ കൂലി വേജ് ആണ് കേട്ടോ, വേജ്. ആ കൂലിയുടെ 0.75% അടയ്ക്കണം, പേ ചെയ്യണം. അവിടെ ചെറിയൊരു കാൽക്കുലേഷൻ ഒക്കെ ഇതിവിടെ കൊടുത്തേക്ക് കേട്ടോ. ഇതിനകത്ത് വരുന്നുണ്ട് അവിടെ. ഇപ്പൊ ജസ്റ്റ് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കി വെക്കുക. എംപ്ലോയി എന്തോരം വേണം? 0.75% ആണ് വേജിന്റെ കൂലിയുടെ. അത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, ആ തൊഴിലുടമ എംപ്ലോയറിന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്യണം? 3.25% ഓഫ് ദ വേജ് ബിൽ. വേജ് ബില്ലിന്റെ 3.25% എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ചെയ്യണം. ആ പെർസെന്റേജ് മാത്രം ഒന്ന് നോക്കി വെക്കാം. രണ്ടുപേരെയും പ്രീമിയം ഷെയർ ചെയ്യണം. ഒരാൾ മാത്രം കൊടുക്കണ്ടായ, എംപ്ലോയി മാത്രമല്ല പ്രീമിയം അടയ്ക്കേണ്ടത്, രണ്ടുപേരും കൂടി ഷെയർ ചെയ്യണം. അതിന്റെ പെർസെന്റേജ് ആണ്. എംപ്ലോയി എത്രത്തോളം? 0.75% ഓഫ് ദ വേജ്. എംപ്ലോയർ
3.25% of the wage bill. ഇനി ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ? The employee who is getting daily wage of less than Rs 176 then shall be excluded. Exclude ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുക from payment of the contribution. ഇനി ഒരു ദിവസം 176 രൂപയില് കുറവ് സാലറി കിട്ടുന്ന ആളുകളില്ലേ, അവര് ഈ പ്രീമിയത്തിന്റെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ അവർക്ക് 176 രൂപയെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൽ താഴെ പൈസ കിട്ടുന്നവര് അത് പ്രീമിയം അടയ്ക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പൊ എന്താ, ഈ പ്രീമിയം 176 രൂപയില് താഴെ 176 രൂപയില് താഴെ ആ ഡെയിലി പൈസ മേടിക്കുന്ന ആളുകള് ഈ പേയ്മെന്റ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന പറഞ്ഞില്ല, അതിൽ നിന്ന് എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിനകത്ത് ആ ഫസ്റ്റ് പോയിന്റിനൊക്കെ നമുക്ക് പറയും ഇതൊക്കെ ചോദിക്കാം. എക്സ്പാൻഡഡ് ഫോമും എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത ESI എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അതൊന്നും ഈ സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്നുള്ളത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതൊക്കെ ചോദിക്കാം. പിന്നെ എംപ്ലോയിക്ക് എത്ര പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. അതിന്റെ പെർസെന്റേജ് നോക്കുക. പിന്നെ അതിന്റെ ആ ഡിമാൻഡ് കാര്യങ്ങൾ പറഞ്ഞില്ലേ, 21,000 രൂപയില് ഒരു മാസം 21,000 രൂപയില് കൂടുതല് ഇത് മേടിക്കുന്ന ആളുകൾക്ക്, പൈസ മേടിക്കുന്ന ആളുകൾക്ക് കിട്ടൂല. പിന്നെ നമ്മള് ഡെയിലി പറഞ്ഞു 176 രൂപയില് ഇതില് മേടിക്കുന്നവർക്ക് കിട്ടൂല. അതിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അവര് അല്ലാതെ അതെന്നുവെച്ചാൽ അതിൽ നിന്ന് ആ പ്രീമിയത്തിൽ നിന്ന് പേയ്മെന്റ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം അവരെ അടയ്ക്കണ്ട. 176 രൂപയിൽ താഴെ നമ്മള് പൈസ മേടിക്കുന്ന വേജ് ആണ്, കൂലി മേടിക്കുന്ന ആള് ഒരു ദിവസം 176 രൂപയിൽ ഫുഡിന് കൂലി മേടിക്കുന്ന ആള് എന്ത് ചെയ്യണ്ട, ആ പേയ്മെന്റ് പ്രീമിയം അടയ്ക്കണ്ട. അത്രേ ഉള്ളൂ. ആ കോൺട്രിബ്യൂഷൻ ആ പ്രീമിയത്തിൽ നിന്ന് അയാള് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ഇതും പെർസെന്റേജ് ഒക്കെ ആക്കിയാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സിക്നെസ് ബെനിഫിറ്റ്, അസുഖ ആനുകൂല്യം. The employee is given at the rate of 70% of the daily average wage of the maximum period of 91 days in 1 year. ഇനി സിക്നെസ് ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? അയാളുടെ അദ്ദേഹത്തിന്റെ വേജ്, അതിന്റെ ഡെയിലി ആവറേജ് വേജിന്റെ 70% ഒരു വർഷത്തില് 91 ദിവസം കിട്ടും. 70% of the daily average wage for a maximum period of 91 days in 1 year. മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നേ? 70% വേജസിന്റെ. അതെങ്ങനെ കിട്ടുക? 91 ദിവസം ഇൻ 1 year. ഒരു വർഷത്തിൽ 91 ദിവസം അവന്റെ വേജിന്റെ 75% ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെക്കാതെ. ഇനി അടുത്തതാണ് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഇനി അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഡിസീസ് ലൈക്ക് ട്യൂബർകുലോസിസ്, ഇനി ചില രോഗങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതിന് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്. കുറച്ചും കൂടി സമയവും കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരുന്നില്ല, ഇച്ചിരി കൂടിയും ഇതായിട്ടുള്ള രോഗങ്ങള്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ട്യൂബർകുലോസിസ്, ട്യൂബർകുലോസിസ്, ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠം, അസുഖമൊന്നും അങ്ങനെ കാണാറില്ല, കുഷ്ഠം, ഫ്രാക്ചർ, മാലിഗൻസി എന്നുവെച്ചാൽ മാരക രോഗങ്ങള്, മാരക രോഗങ്ങള്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ സിക്നെസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം, ആദ്യത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു വർഷം 91 ദിവസം എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടി അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. ഇപ്പൊ ഇങ്ങനെയുള്ള രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ജോലിക്കൊന്നും കയറാൻ പറ്റൂല്ലോ, കുറച്ചും കൂടി റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരാം. അപ്പൊ ഒരു വർഷം എന്നുള്ളത് 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? എത്ര കിട്ടും? 80% ഓഫ് ദ വേജസ്. വേജസിന്റെ 80% 2 വർഷത്തേക്ക് അവർക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ.
2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തോളം അവർക്കുടെ വേജസ് എത്രയാണോ അതിന്റെ 80% പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത നോക്കിയേ, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് up to 7 days for male beneficiaries and 14 days for the female beneficiaries in the event of sterilization. ഈ വന്ധീകരണം കുട്ടികളൊക്കെ ഉണ്ടാവാത്തൊരവസ്ഥയില്ലേ, അപ്പൊ അങ്ങനെ അവർക്ക് പ്രഗ്നൻസി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇൻഫെർട്ടിലിറ്റി അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് 7 ദിവസം, മെയിൽസിനാണെങ്കിൽ 7 ദിവസവും ഫീമെയിൽസിനാണെങ്കിൽ 14 ഡേയ്സ് 14 ദിവസം ഒരു സ്റ്റെറിലൈസേഷൻ ഒരു സംഭവത്തിന് ബെനിഫിറ്റ് കിട്ടുന്നു. ഓക്കെ, മെയിൽസിന് 7 ദിവസം ഫീമെയിൽസിന് 14 ദിവസമാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ പറയണത്? സ്റ്റെറിലൈസേഷൻ പോലുള്ള പ്രൊസീജിയർ നടത്താനായിട്ട് ഇപ്പൊ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ എനിക്ക് 14 ദിവസം ബെനിഫിറ്റ് കിട്ടും, എനിക്ക് പൈസ കിട്ടും 14 ദിവസം. മെയ്ഡ്സിനാണെങ്കിൽ 7 ഡേയ്സും കിട്ടും ആ ഒരു പ്രൊസീജിയർ നടത്തിയതിന്റെ ഭാഗമായിട്ട്. ഇനി അടുത്തത് മാറ്റർനിറ്റി ബെനിഫിറ്റ്. മാറ്റർനിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവം കാര്യങ്ങളൊക്കെ ഇല്ലേ അത്. At the rate of full wages for a period of 180 days. അപ്പൊ എത്രയാ 180 days എന്ന് പറഞ്ഞാൽ എത്ര മാസം കിട്ടും? എത്ര മാസമായി 180 days എന്ന് പറയുമ്പോ? 6 മാസം കിട്ടുമെന്ന് കണ്ടോ? അവർക്ക് പ്രസവാനുകൂല്യം ആയിട്ട് 6 മാസം അവർക്ക് കിട്ടും. ദ റേറ്റ് ഓഫ് ഫുൾ വേജ്, ഫുൾ സാലറി, ഫുൾ വേജ് കിട്ടും ഫോർ എ പീരീഡ് ഓഫ് 180 days 180 ദിവസം ഇൻ ദ കേസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് 6 weeks in the event of miscarriage or MTP, medical termination of pregnancy. മെഡിക്കൽ അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ, MTP എന്താന്നുള്ളത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അതായത് അബോർഷൻ ഒക്കെ സംഭവിക്കൂലേ, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ 6 ആഴ്ച അവർക്ക് ബെനിഫിറ്റ് കിട്ടും. പ്രഗ്നൻസി ടൈമിലെ അത് നമുക്ക് പ്രസവാനുകൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസം അവർക്ക് കിട്ടും. മുഴുവൻ സാലറി കൊടുക്കും 6 മാസം. പിന്നെ ഇനി പ്രസവം നിർത്തുവോ അല്ലെങ്കിൽ നമ്മളെ വല്ല അബോർഷനൊക്കെ വരുവാണെങ്കിലൊക്കെ, പ്രസവം നിർത്തുമ്പോഴോ അല്ലെങ്കിൽ അബോർഷൻ ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ 6 ആഴ്ച അവർക്ക് ബെനിഫിറ്റ് കിട്ടും. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾ ആവുകയാണ്, അംഗവൈകല്യം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ എന്തോ ഒരു ബെനിഫിറ്റ് നോക്കിയേ. ദ ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ ഈസ് ഗിവൺ 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. അതായത് നമുക്ക് എല്ലാ അംഗവൈകല്യം താൽക്കാലികമായിട്ടോ എല്ലാ അപകടമൊക്കെ പറ്റി താൽക്കാലികമായിട്ട് എന്തെങ്കിലും അംഗവൈകല്യോ കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ അങ്ങനെയൊക്കെ ഇത് വരികയാണെങ്കിൽ എന്ത് കിട്ടും? 90% കിട്ടും വേജസിന്റെ. ആ ഡിസ്പ്ലേസ്മെന്റ് പീരീഡില് നമുക്ക് സാലറിയുടെ 90% കിട്ടും. അതായത് ഇപ്പൊ 1000 രൂപയാണ് അയാൾക്ക് സാലറിക്ക് 900 രൂപ കിട്ടും. അതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾ ആയി അല്ലെ, ഡിസേബിൾ ആയി അംഗവൈകല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, താൽക്കാലികമായി കയ്യോ കാലോ കൊടിയോ, ടെമ്പററി ആണ് കേട്ടോ. ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ. ഇപ്പൊ നമുക്കത് കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ കൈയൊടിഞ്ഞോ നമ്മളത് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആക്കുന്ന കാര്യമുള്ളൂ. താൽക്കാലികമായിട്ട് അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അപകടമൊക്കെ പറ്റിയിട്ട് വരികയാണെങ്കിൽ അവരുടെ വേജസിന്റെ 90% കിട്ടും. നെക്സ്റ്റ് ആണ് ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫ്യൂണറൽ ബെനിഫിറ്റ്. ദ എൽഡസ്റ്റ് സർവൈവിംഗ്. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചിട്ടുള്ള സംസ്കാര കാര്യങ്ങളല്ലേ. സംസ്കാര ചടങ്ങിന് ആള് മരിക്കുകയാണ്, സംസ്കാര ചടങ്ങിന് ബെനിഫിറ്റ് കിട്ടും.
that eldest surviving member is given an amount of 15,000 for a funeral purpose. The fixed amount ആണ് അവിടെ എനിക്ക് പറഞ്ഞേക്കുന്നത് 15,000. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇതിനകത്തുള്ള ആരെയും മരിക്കുകയാണെങ്കിൽ അവരുടെ സംസ്കാര ചടങ്ങിനായിട്ട് 15,000 രൂപ കിട്ടും. അത് ആർക്കാ കൊടുക്കണേ? ആ ഫാമിലിയിലെ എൽഡസ്റ്റ്, അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾക്ക്, എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ. അയാളല്ലേ ഇനി ബാക്കിയുള്ള ആളുകളെയൊക്കെ നോക്കണ്ടേ അല്ലേ? അപ്പൊ അയാൾക്ക് ആ മരിച്ചാക്കളുടെ സംസ്കാര ചടങ്ങിനായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുടെ കയ്യിൽ 15,000 രൂപ കൊടുക്കും. എന്തിനു വേണ്ടി? ഫോർ ഫ്യൂണറൽ പർപ്പസ്. ക്ലിയർ ആയില്ലേ? 15,000 രൂപ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും. ഇനി അടുത്തത് അവിടെ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ബെനിഫിറ്റ്, member of the worker gets the medical cover that include the outdoor treatment, specialist services, ambulance services, and indoor services. ഇനി മെഡിക്കൽ ബെനിഫിറ്റ്, മെഡിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ. Member of the worker get the medical cover that include outdoor ട്രീറ്റ്മെന്റ്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, അതായത് സ്പെഷ്യൽ സർവീസുകളോ അല്ലെങ്കിൽ ആംബുലൻസ് സർവീസുകളോ ഇൻഡോർ സർവീസുകളോ ഒക്കെ ഇതാണെങ്കിൽ അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന മെമ്പറിന് മെഡിക്കൽ കവർ കിട്ടും. മെഡിക്കൽ ബെനിഫിറ്റ്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഇതിനെല്ലാം കവറേജ് കിട്ടും മെഡിക്കൽ ബെനിഫിറ്റിന്. അത്രയാണ് പറഞ്ഞേക്കുന്നത് അത് കേട്ടോ. ഇനി ആ ഒരു ESI കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടി ഉള്ളൂ. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. Let's the salary calculated wages as per the ESI Act. ESI Act 1948. 1948 ESI Act അനുസരിച്ച് INR 20,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 INR 20,000 എന്ന് പറഞ്ഞാൽ 20,000 ഇന്ത്യൻ റുപ്പി ആണ് കേട്ടോ. ഒഫീഷ്യൽ കറൻസി 20,000 ഇന്ത്യൻ റുപ്പി ആണ് INR. അവിടെ ഒന്ന് എഴുതി വെച്ചോ. INR എന്താ? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്, RAT. International normalized rate. Then the contribution will be calculated using the ESI calculation formula. Okay, particulars calculation amount employer contribution at the rate of 3.25%. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഇവിടെ എത്ര നമ്മൾ പറഞ്ഞേക്കുന്ന 20,000 into 3.25% കണ്ടുപിടിക്കും. അതായത് എത്ര രൂപ കൊടുക്കണം? 650 രൂപ കൊടുക്കണം എംപ്ലോയർ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാ പറഞ്ഞത്? അറ്റ് ദ റേറ്റ് ഓഫ് 0.75%. അതായത് അപ്പൊ നമ്മൾ 20,000ന്റെ 0.75%, അതായത് 150 രൂപ. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ? 800 രൂപ. അങ്ങനെയാണ് നമ്മൾ ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത് 20,000 ഇന്ത്യൻ റുപ്പിക്ക് ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? എംപ്ലോയർ 3.25% ആണ് കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, എംപ്ലോയർ. അപ്പൊ 20,000ന്റെ 3.25% കണ്ടുപിടിച്ചു, 650 രൂപ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.75% ആണ്. അപ്പൊ 20,000 രൂപയ്ക്ക് അതിന്റെ 0.75% കഴിക്കുമ്പോൾ 160 രൂപ. അപ്പൊ മൊത്തം ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വേണം? പ്രീമിയം ആയിട്ട് 800 രൂപ. ഓക്കെ, ബാക്കിയത് നമുക്ക് ഹൗ ടു കാൽക്കുലേറ്റ് ESI വരെയാണ് നമ്മൾ നോക്കിയത്. ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.